വിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിൽ ഭീഷണി, വിലങ്ങാട് 9 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. വടകരയിലെ കടൽഭിത്തി പുനർനിർമ്മാണത്തിന് 3 കോടി രൂപ ഭരണാനുമതിയായതായി കെ രമ MLA. മഴ കനത്തതോടെ നാദാപുരത്ത് വിവിധ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വടകരയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറെ വീടിന്റെ അടുക്കളയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അരൂർ തണ്ണീർപ്പന്തൽ റോഡ് നിർമ്മാണം അശാസ്ത്രീയവും PMGSY മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെയുമാണ് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. വിലങ്ങാട് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് 9 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. ഇന്നലെ രാത്രി വിലങ്ങാട് പന്നിയേരി ഉന്നതിയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഒരു കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചിരുന്നു. പന്നിയേരി ഉന്നതിയിലെ പാലിൽ ലീലയുടെ വീടിന്റെ പിൻവശത്താണ് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായത്. രാത്രി 7:45 സംഭവം. ശക്തമായ മഴയിൽ മണ്ണും കല്ലും മഴവെള്ളത്തോടൊപ്പം പതിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടി കനത്ത നാശം വിതച്ച വിലങ്ങാട് കടമാൻ കളരിക്ക് സമീപമാണ് പന്നിയേരി ഉന്നതി. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഈ ചാലുകളിൽ മഴവെള്ളം ഒഴുകിയതോടെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. കൂടുതൽ മണ്ണും കല്ലും ഏത് നിമിഷവും ഒഴുകി വീടിന് പിൻവശത്തേക്ക് പതിക്കാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ നാട്ടുകാർ ഇടപെട്ട് ലീലയെയും കുടുംബത്തെയും മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ കടൽക്ഷോഭത്തിൽ തകർന്ന വടകര മണ്ഡലത്തിലെ പ്രധാന കടൽ ഭിത്തികൾ പുനർനിർമ്മിക്കുന്നതിനായി 3 കോടി രൂപയുടെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് ഭരണാനുമതിയായതായി കെ രമ MLA അറിയിച്ചു. വടകര മുനിസിപ്പാലിറ്റിയിലെ ആനാട് കടൽഭിത്തിക്ക് 1.75 കോടി, മുനിസിപ്പാലിറ്റിയിലെ കുരിയാടി കടൽഭിത്തിക്ക് 64 ലക്ഷം, ചോറോട് പഞ്ചായത്തിലെ കുരിയാടി കടൽഭിത്തിക്ക് 61 ലക്ഷം എന്നിങ്ങനെ 3 പ്രധാന പ്രവൃത്തികൾക്കാണ് ഭരണാനുമതി ലഭിച്ചത്. കാലവർഷം കനക്കുന്ന സമയത്ത് ഏറ്റവും ദുരിതവും അപകടങ്ങളും ഉണ്ടാകുന്നത് തീരപ്രദേശങ്ങളിലാണ്. കഴിഞ്ഞ തവണയുണ്ടായ കാലവർഷക്കെടുതിയിലും ഏറ്റവും ദുരിതമുണ്ടായത് ഈ മേഖലയിലായിരുന്നു. ഓരോ ഘട്ടങ്ങളിലായി വ്യത്യസ്ത പ്രവൃത്തികളിലായി കടൽ ഭിത്തികൾ പുനർനിർമ്മിച്ചു വരുന്നുണ്ടെന്നും ഈ പ്രവൃത്തികൾക്ക് ഭരണാനുമതിയായത് ഏറെ ആശ്വാസകരമാണെന്നും MLA പറഞ്ഞു. എത്രയും വേഗം പ്രവൃത്തി തുടങ്ങുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. നാദാപുരത്ത് വിവിധ മേഖലകളിൽ മഴ കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നവീകരണ പ്രവൃത്തി നടക്കുന്ന കല്ലാച്ചി ടൗൺ സംസ്ഥാന പാത വെള്ളക്കെട്ടിലായി. കനത്ത മഴയിൽ സമീപത്തെ കടകളിൽ വെള്ളം കയറി. വാഹനങ്ങളും യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. കുമ്മങ്കോട് റോഡിലും വെള്ളം കയറി. വിഷ്ണുമംഗലം പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇന്നലെ ഉച്ചയോടെ നാദാപുരം ഗവൺമെന്റ് സ്കൂൾ വളപ്പിലെ മരം പൊട്ടിവീണ് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചു മാറ്റുകയായിരുന്നു. വടകരയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറെ വീടിന്റെ അടുക്കളയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിന്റെ അടുക്കളയിലെ ഇരുമ്പ് ഗ്രിൽസിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വടകരയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ വില്യാപ്പിള്ളി മയ്യന്നൂർ സ്വദേശി തവരപ്പറമ്പത്ത് മീത്തൽ ബിനീഷാണ് മരിച്ചത്. ഇന്ന് പകൽ 10:45-നും 11 മണിക്കും ഇടയിലായിരുന്നു സംഭവം. ബന്ധുക്കളും അയൽവാസികളും ബിനീഷിനെ ഉടൻ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വടകര പോലീസ് കേസെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഭാര്യ നിംസി, മകൾ ശ്രീനന്ദ, അച്ഛൻ പരേതനായ കുമാരൻ, അമ്മ പരേതയായ ചന്ദ്രി. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.75 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അരൂർ തണ്ണീർപ്പന്തൽ റോഡ് നിർമ്മാണം അശാസ്ത്രീയവും PMGSY മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെയുമാണ് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പുറമേരി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മാനദണ്ഡങ്ങൾ പ്രകാരം റോഡിലെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ചട്ടം. പലരും സ്ഥലവും മതിലും വിട്ടു നൽകിയെങ്കിലും വൈദ്യുതി പോസ്റ്റുകൾ പലതും മാറ്റിയിട്ടില്ല. അത്തരം പോസ്റ്റുകൾ ഉൾപ്പെടെ നിലനിർത്തി അതിന് ചുറ്റിലുമായി ടാറിംഗ് അടക്കം ചെയ്താണ് പ്രവൃത്തി മുന്നോട്ടു പോകുന്നത്. ഇത് ഗുണനിലവാരത്തെയും ഈടുനിൽപ്പിനെയും ബാധിക്കും. ഓവുപാലങ്ങളുടെ നിർമ്മാണം, റോഡിന്റെ അലൈൻമെന്റ് തുടങ്ങിയതിലും വ്യാപകമായ പരാതികളാണ് ഉയരുന്നത്. ചില ഭാഗങ്ങളിൽ ജലനിധി പദ്ധതിയുടെ പൈപ്പിംഗ് ജോലികൾ തീരാൻ ബാക്കിയുണ്ട്. റോഡ് നിർമ്മാണം കഴിഞ്ഞാലുടൻ ഈ ജോലികൾ പുനരാരംഭിക്കും.
കോടികൾ ചിലവഴിച്ച് പുതുതായി നിർമ്മിച്ച റോഡിൽ വീണ്ടും വലിയ കുഴികൾ ഉണ്ടാകുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. എല്ലാ ഗുണനിലവാര മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ ജോലികൾ നടത്തുന്നത്. ജനങ്ങളിൽ പരാതികളും ആശങ്കകളും ഉയർന്ന സാഹചര്യത്തിൽ ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഇതുവരെ നടന്ന പ്രവൃത്തികളുടെ ഗുണനിലവാരവും നടത്തിപ്പിലെ പാകപ്പിഴകളും പരിശോധിച്ച് വീഴ്ചകളുണ്ടെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പുറമേരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണ ആവശ്യപ്പെട്ടു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. നല്ലൊരു വാർത്താ സന്ധ്യയുമായി നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.